എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആടുജീവിതം പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ 75 ദിവസങ്ങൾ കഴിഞ്ഞു. കളക്ഷൻ റെക്കോർഡുകളിലും ആടുജീവിതം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമ അതിൻ്റെ ബോക്സ് ഓഫീസ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ച വർഷമാണ് ഇത്. മറുഭാഷാ ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് ആളെ എത്തിക്കാൻ പാടുപെട്ടപ്പോൾ ഈ വർഷം റിലീസ് ചെയ്യപ്പെട്ട 4 മലയാള ചിത്രങ്ങളാണ് 100 കോടിക്ക് മുകളിൽ നേടിയത്. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ആടുജീവിതം. സമീപകാല റിലീസുകളിൽ വമ്പൻ പ്രീ റിലീസ് ഹൈപ്പ് നേടിയിരുന്ന ചിത്രം തിയേറ്ററുകളിലെത്തിയത് മാർച്ച് 28-നായിരുന്നു. ഇപ്പോഴിതാ ചിത്രം തിയേറ്ററുകളിൽ 75 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. സ്ക്രീൻ കൗണ്ട് കുറവാണെങ്കിലും പ്രധാന സെൻറ്ററുകളിൽ ചിത്രം ഇപ്പോഴും കളിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻ കണക്കുകളും പുറത്തെത്തിയിട്ടുണ്ട്. പ്രമുഖ ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ കേരള ബോക്സ് ഓഫീസിൻ്റെ കണക്കു പ്രകാരം കേരളത്തിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് 79 കോടിയിൽ അധികം രൂപയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിയാൽ 19 കോടിയും വിദേശ മാർക്കറ്റുകളിൽ നിന്ന് 59 കോടിയും അങ്ങനെ മൊത്തത്തിൽ 159 കോടിയാണ് ചിത്രം ഇതുവരെ നേടിയിട്ടുള്ളത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ഹിറ്റാണ് നിലവിൽ ആടുജീവിതം. പ്രഖ്യാപന സമയം മുതൽ മലയാളികൾ കാത്തിരുന്ന ചിത്രമായിരുന്നു ആടുജീവിതം. വിൽപ്പനയിൽ റെക്കോർഡിട്ട മലയാളികളുടെ പ്രിയ നോവൽ ബെന്യാമിൻ്റെ ആടുജീവിതത്തിൻ്റെ ചലച്ചിത്ര രൂപം എന്നതായിരുന്നു ആ ഹൈപ്പിന് പ്രധാനപ്പെട്ട ഒരു കാരണം. കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ വേഷമാണ് ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജിന് ലഭിച്ചത്. അതേസമയം അത് അദ്ദേഹം വിസ്മയിപ്പിക്കുന്ന വിധത്തിൽ മനോഹരമാക്കുകയും ചെയ്തു. അതുകൂടാതെ ബ്ലസ്സിയുടെ കയ്യൊപ്പം കൂടി ആയപ്പോൾ ചിത്രം ബഹു രസമായി മാറി. AR റഹ്മാൻ സംഗീതം പകർന്ന ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് ശ്രീകർ പ്രസാദാണ്. അമല പോൾ, ജിമ്മി ജീൻ ലൂയിസ്, KR ഗോകിൽ, താലിഖൽ ബലൂഷി, റിക്കബി തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.